ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ലേണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫി എന്ന ടോപ്പിക്കിലെ സംസ്ഥാനങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന ടോപ്പിക്കിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേഗം നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 1956, ഓപ്ഷൻ ബി 1953, ഓപ്ഷൻ സി 1954, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? The right answer is option B 1953. ഓക്കെ, അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം മറക്കരുത്, 1953 ആണ്. എന്താണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് എന്ത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. നിലവിൽ വന്ന വർഷം ഏതാണ്? 1953 ആണ്. ഓക്കെ, ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമ്മൾ പറഞ്ഞല്ലോ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 1953 നിലവിൽ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1953 ഒക്ടോബർ 1 ആന്ധ്ര എന്നായിരുന്നു അപ്പോൾ പേര്. എന്നാൽ ആന്ധ്രാപ്രദേശ് എന്നുള്ള പേരാക്കി മാറ്റിയത് 1956, 3 വർഷം കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ നിലവിൽ വന്നത് 1953 തന്നെയാണ്. അതായത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം തന്നെയാണ് ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത് അല്ലേ. അങ്ങനെ നിലവിൽ വന്നപ്പോൾ ആന്ധ്ര സംസ്ഥാനം എന്നായിരുന്നു പേര്, അല്ലെങ്കിൽ ആന്ധ്ര എന്ന് മാത്രമായിരുന്നു പേര്. അത് ആന്ധ്രാപ്രദേശ് എന്ന് മാറ്റിയത് 1956 നവംബർ 1. ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായി നിരാഹാരമനുഷ്ഠിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ടായിരുന്നു. ആരാണത്? ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായിട്ട് നിരാഹാരമനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു. അമരജീവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കേട്ടോ പോറ്റി ശ്രീരാമലു. അപ്പോൾ ആരാണ് പോറ്റി ശ്രീരാമലു? ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായി നിരാഹാരമനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ഒരു ജില്ലയുണ്ട് ആന്ധ്രാപ്രദേശിൽ. ആ ജില്ലയുടെ പേരാണ് നെല്ലൂർ ജില്ല, അല്ലെങ്കിൽ പോറ്റി ശ്രീരാമലു നെല്ലൂർ ജില്ല എന്നാണ് ആ ജില്ലയുടെ പേര്. അപ്പോൾ പോറ്റി ശ്രീരാമലുവിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ഒരു ജില്ല എവിടെയുണ്ട്? ആന്ധ്രാപ്രദേശിലുണ്ട്. ആ ജില്ലയുടെ പേരെന്താണ്? നെല്ലൂർ ജില്ല, അല്ലെങ്കിൽ പോറ്റി ശ്രീരാമലു നെല്ലൂർ ജില്ല എന്നാണ്. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. അത് നിലവിൽ വന്നത് 1953 അല്ലേ. ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് അല്ലേ. ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായി നിരാഹാരമനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? പോറ്റി ശ്രീരാമലു ആണ് അല്ലേ. പോറ്റി ശ്രീരാമലു എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അമരജീവി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ജില്ല ഏതാണ്? നെല്ലൂർ ജില്ലയാണ്, അല്ലെങ്കിൽ പോറ്റി ശ്രീരാമലു നെല്ലൂർ ജില്ലയാണ്. രണ്ടാമത്തെ ചോദ്യം, വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? The right answer is option B ബീഹാർ ആണ് കേട്ടോ. വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. വിഹാരങ്ങളുടെ നാട് എന്ന് മാത്രമല്ല, പ്രാചീന കാലത്ത് മഗധ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ബീഹാർ. അപ്പോൾ പണ്ട് എങ്ങനെയാണ് ബീഹാർ അറിയപ്പെട്ടിരുന്നത്? മഗധ എന്നായിരുന്നു. സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. അതുപോലെ തന്നെ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനമാണ്. അപ്പോൾ സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണെങ്കിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് തന്നെയാണ്? ബീഹാർ തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൃഷി മന്ത്രിസഭ രൂപീകരിച്ച സംസ്ഥാനമാണ് ബീഹാർ. ഇന്ത്യയിൽ ആദ്യമായി കൃഷി മന്ത്രിസഭ രൂപീകരിച്ച സംസ്ഥാനം അത് ഏതാണ്? ബീഹാറാണ്. അവിടെ മദ്യനിരോധനം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. നടപ്പിലാക്കിയ വർഷം ഏതാണ്? 2016 ഏപ്രിൽ 1 മുതലാണ് മദ്യനിരോധനം നടപ്പിലാക്കിയത്. എവിടെ? ബീഹാറിൽ.
വനിതകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം അത് ബീഹാറാണ്. സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനവും അത് ബീഹാറാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനവും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏത് തന്നെയാണ്? ബീഹാർ തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യനാണ്, ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലേ. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ബീഹാറിൽ ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? ബീഹാറിൽ ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. അപ്പോൾ ബീഹാർ ഗാന്ധി മറക്കരുത്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബീഹാറിൽ ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഏതാണ്? കോസിയാണ്. അതെവിടെയാണ് കോസി? ബീഹാറിലാണ്. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസിയാണ്. എന്താണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഏതാണ്? കോസിയാണ് അല്ലേ. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയും ഏത് തന്നെയാണ്? കോസിയാണ്. എന്നാൽ ബീഹാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതി കോസിയിലാണ്. പക്ഷേ ബീഹാറിൻ്റെ ദുഃഖം എന്നാണ് കോസി അറിയപ്പെടുന്നത്. നമുക്കറിയാം ബീഹാറിനെ വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപം കൊണ്ടത് അല്ലേ. ജാർഖണ്ഡ് നിലവിൽ വന്നത്. അപ്പോൾ ബീഹാറിനെ വിഭജിച്ച് ജാർഖണ്ഡ് രൂപീകരിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? 2000 ആണ്. ഓക്കെ, 2000 ബീഹാറിനെ വിഭജിച്ച് ജാർഖണ്ഡ് രൂപീകരിച്ചത്. മൂന്നാമത്തെ ചോദ്യം, 2 ജില്ലകൾ മാത്രമുള്ള ഏക സംസ്ഥാനം ഏതാണ്? 2 ജില്ലകൾ മാത്രമുള്ള ഏക സംസ്ഥാനം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഛത്തീസ്ഗഡ്, ഓപ്ഷൻ ബി മണിപ്പൂർ, ഓപ്ഷൻ സി ഗോവ, ഓപ്ഷൻ ഡി ലക്നൗ. 2 ജില്ലകൾ മാത്രമുള്ള ഏക സംസ്ഥാനം. The right answer is ഓപ്ഷൻ സി ഗോവ. 2 ജില്ലകൾ മാത്രമുള്ള ഏക സംസ്ഥാനം ഏതാണ്? ഗോവയാണ് അല്ലേ. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ എന്നറിയാം. എന്നാൽ അവിടെ 2 ജില്ലകൾ മാത്രമേ ഉള്ളൂ എന്ന് കുറച്ച് പേർക്ക് അറിയണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അറിയണ്ടെങ്കിൽ നല്ലത്, എല്ലാവർക്കും അറിയുന്നുണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 2 ജില്ലകൾ മാത്രമുള്ള ഏക സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോവയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല. 2 ജില്ലകൾ മാത്രമുള്ള ഏക സംസ്ഥാനം ഏത് തന്നെയാണ്? ഗോവ തന്നെയാണ്. സഞ്ചാരികളുടെ പറുദീസ എന്നാട്ടോ ഗോവ അറിയപ്പെടുന്നത്. സഞ്ചാരികളുടെ പറുദീസ എന്നാണ് ഗോവ അറിയപ്പെടുന്നത്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം ഗോവയാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം അത് ഏതാണ്? ഗോവയാണ്. പുരാതന കാലത്ത് ഗോവ അറിയപ്പെട്ടിരുന്ന പേര് ഗോമന്തകം എന്ന പേരിലായിരുന്നു കേട്ടോ. പുരാതന കാലത്ത് ഗോവ എങ്ങനെ അറിയപ്പെട്ടിരുന്നത്? ഗോമന്തകം എന്ന പേരിലായിരുന്നു. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം അത് ഗോവയാണ്. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം ഏതാണ്? ഗോവ തന്നെയാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും അത് ഗോവ തന്നെയാണ്. എന്താണ് പറഞ്ഞത്? സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവ തന്നെയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം അത് ഗോവയാണ്. ഓക്കെ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ മണ്ഡലം ഏതാണ്? നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം ഗോവയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആദ്യ മണ്ഡലം ഏതാണ്? അത് കേരളത്തിലാണ്, പറവൂരിലാണ്. അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ മണ്ഡലം പറവൂറാണ്. ആദ്യ സംസ്ഥാനം ഗോവയാണ്. സലീം അലിയും തുടങ്ങുന്ന കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സലീം അലി കേട്ടിട്ടുണ്ടോ? സലീം അലി പക്ഷി സങ്കേതം ഗോവയിലാണ്. സലീം അലി പക്ഷി സങ്കേതം ഗോവയിലാണ്. എന്നാൽ സലീം അലി ദേശീയോദ്യാനം ജമ്മു കാശ്മീരിലാണ്. ഓക്കെ, മാറിപ്പോയത് കേട്ടോ. സലീം അലി തുടങ്ങിയിട്ടുള്ള കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. അപ്പോൾ ഗോവ പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞേ ഉള്ളൂ. സലീം അലി പക്ഷി സങ്കേതം ഗോവയിലാണ്. സലീം അലി ദേശീയോദ്യാനം ജമ്മു കാശ്മീരിലാണ്. സലീം അലി തടാകമുണ്ട്, അതെവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്.
അപ്പോൾ പക്ഷി സങ്കേതം ഗോവയിലാണ്, ദേശീയോദ്യാനം ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ ഉദ്യാനങ്ങൾ നമുക്കറിയാം, കുറച്ച് ഉദ്യാനങ്ങളൊക്കെ എവിടെയുള്ളത്? ജമ്മു കാശ്മീരിലുള്ളത് അല്ലേ. സലീം അലി തടാകം ഏതാണ്? എവിടെയാണുള്ളത്? മഹാരാഷ്ട്രയിലാണ്. അതുപോലെ തന്നെ സലീം അലി സെന്റർ ഫോർ ഓർണിത്തോളജി, അത് കോയമ്പത്തൂരാണ്. അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ദേശീയോദ്യാനവും പക്ഷി സങ്കേതവും തടാകവും ഓർമ്മ വേണം. തടാകം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് സലീം അലി തടാകം. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? 2 ജില്ലകൾ മാത്രമുള്ള ഏക സംസ്ഥാനം അത് ഏതാണ്? ഗോവയാണ്. 4ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ക്ഷീര ATM നിലവിൽ വന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ഷീര ATM നിലവിൽ വന്ന സംസ്ഥാനം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി ഹരിയാന, ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇന്ത്യയിൽ ആദ്യമായി ക്ഷീര ATM നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണോ, ഹരിയാനയാണോ, ഹിമാചൽ പ്രദേശാണോ? The right answer is option A ഗുജറാത്ത്. ഇന്ത്യയിൽ ആദ്യമായി ക്ഷീര ATM നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ആദ്യമായി ക്ഷീര ATM നിലവിൽ വന്ന ജില്ല ഏതാണ്? നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായി ക്ഷീര ATM നിലവിൽ വന്ന സംസ്ഥാനം അത് ഗുജറാത്ത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കേരളത്തിൽ ആദ്യമായി ക്ഷീര ATM നിലവിൽ വന്ന ജില്ല ഏതാണ്? എറണാകുളമാണ്. ഓക്കെ. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പോൾ വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? നമ്മൾ പഠിച്ചു. വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ബീഹാറാണ് അല്ലേ. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഇന്ത്യയിൽ ആദ്യമായി ക്ഷീര ATM നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. കേരളത്തിൽ ആദ്യമായി ക്ഷീര ATM നിലവിൽ വന്ന ജില്ല ഏതാണ്? എറണാകുളമാണ്. ഗർഭ ഏത് സംസ്ഥാനത്തിൻ്റെ പ്രധാന നൃത്തരൂപമാണെന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഗർഭ ഏത് സംസ്ഥാനത്തിൻ്റെയാണ്? ഗുജറാത്തിലെ പ്രധാന നൃത്തരൂപമാണ്. ഗർഭ മാത്രമല്ല കേട്ടോ, ദാണ്ടിയ, രാസലീല തുടങ്ങിയതാണ് ഗുജറാത്തിലെ പ്രധാന നൃത്തരൂപങ്ങൾ. ഏതൊക്കെയാണ്? ദാണ്ടിയ, ഗർഭ, രാസലീല. നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം ഗോവയാണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. സംസ്ഥാന രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഏക സംസ്ഥാനം അത് ഗുജറാത്താണ് കേട്ടോ. സംസ്ഥാന രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഏക സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം അത് ഗുജറാത്താണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ധവള വിപ്ലവം കേട്ടിട്ടുണ്ടോ? ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? വർഗീസ് കുര്യനാണ് അല്ലേ. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ ധവള വിപ്ലവം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് അറിയാമോ? അത് ഗുജറാത്താണ് അല്ലേ. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ ധവള വിപ്ലവം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്താണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ക്ഷീര ATM നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് തന്നെയാണ്. 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 5ാമത്തെ ചോദ്യം, ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്ന സ്ഥലം. ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ, സംസ്ഥാനമല്ല, സ്ഥലം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ധർമ്മശാല, ഓപ്ഷൻ ബി ഷിംല, ഓപ്ഷൻ സി ചമ്പ, ഓപ്ഷൻ ഡി കാംബോൾ. ഏതാണ് റൈറ്റ് ആൻസർ? ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്ന സ്ഥലം. The right answer is option A ധർമ്മശാല. ധർമ്മശാല എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അപ്പോൾ ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ധർമ്മശാലയാണ്. ധർമ്മശാല ഹിമാചൽ പ്രദേശിലാണ്. സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനമാണ് ധർമ്മശാല. സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ധർമ്മശാലയാണ്. അതുപോലെ തന്നെ ദലൈലാമയുടെ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്യുന്നത് ധർമ്മശാലയിലാണ്. ദലൈലാമയുടെ വാസസ്ഥലം ഏതായിരുന്നു? പൊട്ടാല പാലസ് ആയിരുന്നു. അപ്പോൾ ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ധർമ്മശാലയാണ്. ധർമ്മശാല എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലുള്ള സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കുളു, ഷിംല, ഡൽഹൌസി, മണാലി തുടങ്ങിയവയാണ് ഹിമാചൽ പ്രദേശിലുള്ള സുഖവാസ കേന്ദ്രങ്ങൾ അല്ലേ. കുളു, ഷിംല, ഡൽഹൌസി, അതുപോലെ തന്നെ മണാലി.
രാജ്യത്തിൽ ആദ്യമായി റോട്ടോ വൈറസ് വാക്സിനേഷൻ പ്രൊജക്ട് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം അത് ഹിമാചൽ പ്രദേശിലാണ്. രാജ്യത്തിൽ ആദ്യമായി റോട്ടോ വൈറസ് വാക്സിനേഷൻ പ്രൊജക്ട് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. പാരാഗ്ലൈഡിംഗ് ലോകകപ്പിന് ആതിഥ്യം വഹിച്ച ആദ്യ സംസ്ഥാനം ഏത് തന്നെയാണ്? ഹിമാചൽ പ്രദേശ് തന്നെയാണ്. അപ്പോൾ റോട്ടോ വൈറസ് വാക്സിനേഷൻ പ്രൊജക്ട് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. അതുപോലെ തന്നെ പാരാഗ്ലൈഡിംഗ് ലോകകപ്പിന് ആതിഥ്യം വഹിച്ച ആദ്യ സംസ്ഥാനം ഏത് തന്നെയാണ്? ഹിമാചൽ പ്രദേശ് തന്നെയാണ്. ആംബുലൻസ് സർവീസിനായി മൊബൈൽ ആപ്ലിക്കേഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനവും ഹിമാചൽ പ്രദേശാണ്. ആംബുലൻസ് സർവീസിനായി മൊബൈൽ ആപ്ലിക്കേഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ് തന്നെയാണ്. പ്രൈമറി സ്കൂൾ തല വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനായിട്ട് ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ് ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരെന്താണെന്ന് അറിയാമോ? പ്രേരണ. എന്താ പറഞ്ഞത്? പ്രൈമറി സ്കൂൾ തല വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനായിട്ട് ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ് ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരെന്താണ്? പ്രേരണ എന്നാണ്. എല്ലാ ബൂത്തുകളിലും VVPAT സംവിധാനത്തോടെയുള്ള വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം അത് ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. എല്ലാ ബൂത്തുകളിലും VVPAT സംവിധാനത്തോടെയുള്ള വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം അത് ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ആറാമത്തെ ചോദ്യം, സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഹരിയാന, ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ സി കേരളം, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണോ, ഹിമാചൽ പ്രദേശാണോ, അതോ കേരളമാണോ, അതോ രാജസ്ഥാനാണോ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഹരിയാന. സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. പുരാതന കാലത്ത് ബഹുദാനിക എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഹരിയാന. പുരാതന കാലത്ത് ബഹുദാനിക എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് തന്നെയാണ്? ഹരിയാന തന്നെയാണ്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്ന സംസ്ഥാനം അത് ഏത് തന്നെയാണ്? ഹരിയാനയാണ്. അപ്പോൾ ബഹുദാനിക എന്നറിയപ്പെടുന്നു, അതുപോലെ തന്നെ ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നു, അതുപോലെ തന്നെ എന്താണ്? ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് തന്നെയാണ്? ഹരിയാന തന്നെയാണ്. പൊതുവിതരണത്തിന് സ്മാർട്ട് കാർഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അത് ഹരിയാനയാണ്. അതുപോലെ തന്നെ ടൂറിസ്റ്റ് കോംപ്ലക്സുകൾക്ക് പക്ഷികളുടെ പേര് നൽകിയിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന തന്നെയാണ്. ടൂറിസ്റ്റ് കോംപ്ലക്സുകൾക്ക് പക്ഷികളുടെ പേര് നൽകിയിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹരിയാന തന്നെയാണ്. അതുപോലെ തന്നെ പ്രശസ്തമായ സൂരജ് കുട്ട് കരകൗശലമേള നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനവും ഹരിയാന തന്നെയാണ്. വികലാംഗർ എന്ന പദം നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. വികലാംഗർ എന്ന പദം നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. എല്ലാ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം അത് ഹരിയാനയാണ്. മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് തന്നെയാണ്? ഹരിയാന തന്നെയാണ്. അപ്പം എന്താ പറഞ്ഞത്? എല്ലാ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, അതുപോലെ തന്നെ മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് തന്നെയാണ്? ഹരിയാന തന്നെയാണ്. വനവിസ്തൃതി കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് കേട്ടോ ഹരിയാന. വനവിസ്തൃതി കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം അത് ഹരിയാനയാണ്. പാനിപ്പട്ട് യുദ്ധങ്ങൾക്ക് വേദിയായ സംസ്ഥാനവും ഹരിയാന തന്നെയാണ്. മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹരിയാനയിലാണ്. അപ്പോൾ ഏറ്റവും വനവിസ്തൃതി കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. പാനിപ്പട്ട് യുദ്ധങ്ങൾക്ക് വേദിയായ സംസ്ഥാനവും ഹരിയാന തന്നെയാണ്. മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹരിയാനയിലാണ്. മുഴുവൻ ഗ്രാമങ്ങളും വൈദ്യുതീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. അതുപോലെ തന്നെ വിളകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനവും ഹരിയാന തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ലിഫ്റ്റ് ഇറിഗേഷൻ നടപ്പിലാക്കിയ സംസ്ഥാനവും ഏത് തന്നെയാണ്? ഹരിയാന തന്നെയാണ്. അപ്പോൾ എന്താണ്? മുഴുവൻ ഗ്രാമങ്ങളും വൈദ്യുതീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. അതുപോലെ തന്നെ വിളകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാനയാണ്. ഇന്ത്യയിൽ ആദ്യമായി ലിഫ്റ്റ് ഇറിഗേഷൻ നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് തന്നെയാണ്? ഹരിയാന തന്നെയാണ്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ അഹമ്മദാബാദ്, ഓപ്ഷൻ ബി ഒസാക്ക, ഓപ്ഷൻ സി കോയമ്പത്തൂർ, ഓപ്ഷൻ ഡി കാൺപൂർ. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? The right answer is ഓപ്ഷൻ എ അഹമ്മദാബാദ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? അഹമ്മദാബാദ് ആണ്.
ഗുജറാത്തിന്റെ ആദ്യ തലസ്ഥാനമായിരുന്നു അഹമ്മദാബാദ്. അഹമ്മദാബാദിന്റെ ആദ്യകാല പേരെന്താണ്? കർണാവതി എന്നാണ്. അഹമ്മദാബാദ് നഗരം പണികഴിപ്പിച്ച ഭരണാധികാരി ആരാണ്? അഹമ്മദ് ഷാ ഒന്നാമൻ. അതുകൊണ്ടാണ് അഹമ്മദാബാദ് എന്നുള്ള പേര്. ഗുജറാത്തിന്റെ നിയമ തലസ്ഥാനവും അഹമ്മദാബാദ് തന്നെയാണ്. ഗുജറാത്തിന്റെ വ്യാവസായിക തലസ്ഥാനവും ഏത് തന്നെയാണ്? അഹമ്മദാബാദ് തന്നെയാണ്. അപ്പോൾ ഗുജറാത്തിന്റെ ആദ്യ തലസ്ഥാനമാണ് ഏത്? അഹമ്മദാബാദ് എന്ന് പറയുന്നത്. അഹമ്മദാബാദിന്റെ ആദ്യകാല പേരെന്താണ്? കർണാവതി എന്നായിരുന്നു അല്ലേ. നമ്മൾ പറഞ്ഞു ഗുജറാത്തിന്റെ ആദ്യ തലസ്ഥാനമാണ് അഹമ്മദാബാദ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഗുജറാത്തിന്റെ തലസ്ഥാനം ഏതാണ്? ഇപ്പോഴത്തെ തലസ്ഥാനം ഏതാണ്? ഗാന്ധി നഗറാണ് അല്ലെ. ഇന്ത്യയിലെ രണ്ടാമത്തെ ആസൂത്രിത നഗരമാണ് ഗാന്ധി നഗർ. ഇന്ത്യയിലെ രണ്ടാമത്തെ ആസൂത്രിത നഗരമാണ് ഗാന്ധി നഗർ. അഹമ്മദാബാദ് എന്ന ഒരു ആൻസർ വരുന്ന ISROയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ISROയുടെ സ്പേസ് അപ്ലിക്കേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്ന നഗരം അഹമ്മദാബാദാണ്. ISROയുടെ സ്പേസ് അപ്ലിക്കേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? അഹമ്മദാബാദാണ്. അതുപോലെ തന്നെ ISROയുടെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് തന്നെയാണ്? അഹമ്മദാബാദ് തന്നെയാണ്. അപ്പോൾ ISROയുടെ സ്പേസ് അപ്ലിക്കേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? അഹമ്മദാബാദാണ്. അതുപോലെ തന്നെ ISROയുടെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് തന്നെയാണ്? അഹമ്മദാബാദ് തന്നെയാണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ആണ് അഹമ്മദാബാദ് എന്ന് പറഞ്ഞില്ലേ. നമ്മുടെ ഓപ്ഷൻസിൽ അഹമ്മദാബാദ് മാത്രമല്ല, ഒസാക്ക എന്ന് കൊടുത്തിട്ടുണ്ട്, കോയമ്പത്തൂർ എന്ന് കൊടുത്തിട്ടുണ്ട്, കാൺപൂർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നുള്ളൊരു വാക്ക് വരുമ്പോൾ ഈ ഒസാക്കയും കോയമ്പത്തൂരും കാൺപൂരും ആൻസർ ആയിട്ട് വരാറുണ്ട്. എപ്പോഴാണ് വരാറ്? നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ആണ് അഹമ്മദാബാദ് എന്നല്ല പറഞ്ഞു അല്ലെ. കിഴക്കിന്റെ മാഞ്ചസ്റ്റർ ആണ് ഒസാക്ക. കിഴക്കിന്റെ മാഞ്ചസ്റ്റർ ആണ് ഒസാക്ക. അതായത് ജപ്പാനിലാണ് ഒസാക്ക ഉള്ളത്. അപ്പൊ കിഴക്കിന്റെ മാഞ്ചസ്റ്റർ ഒസാക്ക, ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ് അല്ലെ. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ഏതാണ്? ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ് ആണ്. അത് ക്ലിയർ ആണ്. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂരാണ്. അപ്പൊ വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ആണ് കാൺപൂർ. നോക്കിക്കേ, നാലും അഹമ്മദാബാദ്, ഒസാക്ക, കോയമ്പത്തൂർ, കാൺപൂർ എല്ലാം മാഞ്ചസ്റ്റർ എന്നുള്ളൊരു വേർഡായിട്ട് റിലേറ്റ് ചെയ്ത് പെട്ടിരിക്കുകയാണ് അല്ലെ. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ്, കിഴക്കിന്റെ മാഞ്ചസ്റ്റർ ഒസാക്ക, ജപ്പാനിലാണ് ഒസാക്ക, തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂര്, വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കാൺപൂർ. കാൺപൂർ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 8ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ എക്കോ നഗരം. ഇന്ത്യയിലെ ആദ്യ എക്കോ നഗരം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ പാനിപ്പത്ത്, ഓപ്ഷൻ ബി ഗുഡ്ഗാവ്, ഓപ്ഷൻ സി ഹിസാർ, ഓപ്ഷൻ ഡി സോണിപ്പട്ട്. ഏതാണ് ഇന്ത്യയിലെ ആദ്യ എക്കോ നഗരം? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ പാനിപ്പത്ത്. ഇന്ത്യയിലെ ആദ്യ എക്കോ നഗരം ഏതാണ്? പാനിപ്പത്ത് ആണ്. ഓക്കെ, പാനിപ്പത്ത് എവിടെയാണ് മക്കളെ? എവിടെയാണ് പാനിപ്പത്ത്? ഹരിയാനയിലാണ് അല്ലേ. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന, ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്ന സംസ്ഥാനമായിട്ടുള്ള ഹരിയാനയിലാണ് ഇന്ത്യയിലെ ആദ്യ എക്കോ നഗരമായിട്ടുള്ള പാനിപ്പത്ത്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യ എക്കോ നഗരമാണ് പാനിപ്പത്ത് എന്ന് പറഞ്ഞു അല്ലേ. നെയ്ത്തുകാരുടെ പട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പത്താണ്. നെയ്ത്തുകാരുടെ പട്ടണം എന്നറിയപ്പെടുന്നത് ഏതാണ്? പാനിപ്പത്താണ്. പാനിപ്പത്ത് എവിടെയാണ്? ഹരിയാനയിലാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി നമുക്കറിയാം. അത് എവിടെയാണ് നിലവിൽ വന്നത്? ആ പദ്ധതി എവിടെയാണ് നിലവിൽ വന്ന സ്ഥലം ഏതാണ്? അത് പാനിപ്പത്താണ്. അപ്പൊ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതി നിലവിൽ വന്ന സ്ഥലം ഏതാണ്? പാനിപ്പത്താണ്. നമ്മൾ പറഞ്ഞു പാനിപ്പത്ത് എവിടെയാണ്? ഹരിയാനയിലാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഹരിയാന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ വാസസ്ഥലം എന്നാണ് ഹരിയാന എന്ന വാക്കിന്റെ അർത്ഥം. പഞ്ചാബിനെ വിഭജിച്ചാണ് ഹരിയാന രൂപീകരിച്ചത് അല്ലെ. പഞ്ചാബിനെ വിഭജിച്ചാണ് രൂപീകരിച്ച സംസ്ഥാനമാണ് ഹരിയാന. പഞ്ചാബ് എന്ന് പറയുമ്പോൾ റീസെന്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പഞ്ചാബി ഭാഷ സംസാരിക്കുന്നവർക്കായി പഞ്ചാബ് സംസ്ഥാനം വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പഞ്ചാബി ഭാഷ സംസാരിക്കുന്നവർക്കായി പഞ്ചാബ് സംസ്ഥാനം വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച കമ്മീഷൻ ഏതാണ്? ഷാ കമ്മീഷനാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ പറഞ്ഞെന്താണ്? പഞ്ചാബിനെ വിഭജിച്ചാണ് രൂപീകരിച്ച സംസ്ഥാനമാണ് ഹരിയാന നമ്മൾ പറഞ്ഞു. പഞ്ചാബി ഭാഷ സംസാരിക്കുന്നവർക്കായി പഞ്ചാബ് സംസ്ഥാനം വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച കമ്മീഷൻ അതേതാണ്? ഷാ കമ്മീഷനാണ്. നമ്മൾ പറഞ്ഞു മഹാഭാരത യുദ്ധം നടന്നിട്ടുള്ള കുരുക്ഷേത്ര ഹരിയാനയിലാണ് നമ്മൾ പറഞ്ഞല്ലേ. അതുപോലെ തന്നെ മഹാഭാരതത്തിൽ പാണ്ഡുപ്രസ്ഥ എന്ന പേരിൽ പരാമർശിച്ചിട്ടുള്ള പ്രദേശം അത് പാനിപ്പത്താണ്. എന്താണ്? മഹാഭാരതത്തില് പാണ്ഡുപ്രസ്ഥ എന്ന പേരില് പരാമർശിച്ചിട്ടുള്ള പ്രദേശം ഏതാണ്? പാനിപ്പത്താണ്. മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ പാരിതോഷികം പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം അത് ഹരിയാനയാണ്. എന്താണ്? മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ പാരിതോഷികം പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്.
നമ്മൾ പറഞ്ഞു ബേട്ടി ബച്ചാവോ ബേട്ടി പെടാവോ എന്നുള്ള പദ്ധതി നിലവിൽ വന്ന സംസ്ഥാനം ഹരിയാനയാണെന്ന് പറഞ്ഞു. അപ്പോൾ ബേട്ടി ബച്ചാവോ ബേട്ടി പെടാവോ പദ്ധതിയുടെ ഹരിയാനയിലെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? സാക്ഷി മാലിക് ആണ്. അപ്പോൾ ബേട്ടി ബച്ചാവോ ബേട്ടി പെടാവോ പദ്ധതിയുടെ ഹരിയാനയിലെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സാക്ഷി മാലിക്. 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത്, കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ മേഘാലയ, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി പൂനെ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? മേഘാലയയാണോ, മുംബൈ ആണോ, പൂനെയാണോ, അതോ ഇവയൊന്നുമല്ലേ? ദ റൈറ്റ് ആൻസർ ഈസ് പൂനെ. അപ്പോൾ കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? പൂനെയാണ് അല്ലേ. മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് പൂനെ. മഹാരാഷ്ട്രയിൽ 2ാമത്തെ വലിയ നഗരവും ഇത് തന്നെയാണ്, പൂനെ തന്നെയാണ്. മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനം മാത്രമല്ല, മഹാരാഷ്ട്രയിലെ 2ാമത്തെ വലിയ നഗരവും അത് പൂനെ തന്നെയാണ്. ഡക്കാന്റെ റാണി എന്നറിയപ്പെടുന്ന പൂനെയാണ്. ഡക്കാന്റെ റാണി എന്നറിയപ്പെടുന്ന ഏതാണ്? പൂനെയാണ്. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നതും പൂനെയാണ്. നമ്മൾ പറഞ്ഞു കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ്, പൂനെ തന്നെയാണ്. നമ്മൾ പറഞ്ഞു മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് പൂനെ എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ ആസ്ഥാനവും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ ആസ്ഥാനവും നാഷണൽ സെന്റർ ഫോർ സെൽ സയൻസിന്റെ ആസ്ഥാനവും ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് തുടങ്ങി ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ, നാഷണൽ എയ്ഡ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാം ആസ്ഥാനം ഏത് തന്നെയാണ്? പൂനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനമായിട്ട് പൂനെ മാറിയിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് എവിടെയായിരുന്നു? പൂനെയിലായിരുന്നു അല്ലെ. INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് എവിടെയാണ്? പൂനെയിലായിരുന്നു. INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നെങ്കിലും അത് നടന്നത് ബോംബെയിലാണ്. എന്താണ് കാരണം? അതൊരു പകർച്ചവ്യാധിയാണ്. ഏത് പകർച്ചവ്യാധി? പ്ലേഗ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധി ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? പ്ലേഗ് ആണ്. നമ്മൾ പറഞ്ഞു കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന പൂനെ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് അല്ലെ. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്? വ്യവസായികമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറിയിട്ടുള്ളത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള സംസ്ഥാനം അത് ഇത് തന്നെയാണ്, മഹാരാഷ്ട്ര തന്നെയാണ്. ഇന്ത്യയിലെ ജനസംഖ്യ കൂടിയ 2ാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനം എല്ലാം ഇത് തന്നെയാണ്, ഇന്ത്യയുടെ പവർ ഹൗസ് ആയിട്ടുള്ള മഹാരാഷ്ട്ര തന്നെയാണ്. ആധാർ കാർഡ് ബാങ്കിലൂടെ ബന്ധിപ്പിച്ച് ശമ്പളം നൽകിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ആധാർ കാർഡ് ബാങ്കിലൂടെ ബന്ധിപ്പിച്ച് ശമ്പളം നൽകിയ ആദ്യ സംസ്ഥാനം അത് മഹാരാഷ്ട്രയാണ്. നിയമസഭയിൽ ഓൺലൈൻ വഴി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം നൽകിയ ആദ്യ സംസ്ഥാനം ഇത് തന്നെയാണ്, മഹാരാഷ്ട്ര തന്നെയാണ്. നിയമസഭയിൽ ഓൺലൈൻ വഴി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം നൽകിയ ആദ്യ സംസ്ഥാനം അത് ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഔദ്യോഗിക ചിത്രശലഭത്തെ പ്രഖ്യാപിച്ച സംസ്ഥാനം അത് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക ചിത്രശലഭത്തെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ആ ചിത്രശലഭം ഏതാണ്? ബ്ലൂ മോർ മോൺ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക ചിത്രശലഭത്തെ പ്രഖ്യാപിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ആ ചിത്രശലഭം ഏതാണ്? ബ്ലൂ മോർ മോൺ ആണ്. അവസാനത്തെ ചോദ്യം, അതായത് 10ാമത്തെ ചോദ്യം, നാഗാലാൻഡിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? നാഗാലാൻഡിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഹിന്ദി, ഓപ്ഷൻ ബി ഇംഗ്ലീഷ്, ഓപ്ഷൻ സി സിന്ധി, ഓപ്ഷൻ ഡി സൻഡാലി. നാഗാലാൻഡിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? നാഗാലാൻഡിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇംഗ്ലീഷാണ് കേട്ടോ. നാഗാലാൻഡിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇംഗ്ലീഷാണ്. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. നാഗാലാൻഡിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് നമ്മൾ പറഞ്ഞത്? ഇംഗ്ലീഷാണ്. അതുപോലെ തന്നെ നാഗാലാൻഡ് അതിർത്തി പങ്കിടുന്ന ഏക അയൽ രാജ്യം അത് മ്യാൻമറാണ്. നാഗാലാൻഡ് അതിർത്തി പങ്കിടുന്ന ഏക അയൽ രാജ്യം ഏതാണ്? മ്യാൻമറാണ്.
നാഗാലാൻഡിലെ പ്രധാന ആഘോഷം ഏതാണ്? വേഴാമ്പൽ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഹോൺബിൽ ഫെസ്റ്റിവൽ എന്നാണ് കേട്ടോ. 2020 മുതലാണ് ത്രിപുരയിലും ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ആഘോഷമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ആഘോഷം ഏതാണ്? ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ്. നാഗാലാൻഡിന്റെ പ്രധാന ആഘോഷം ഏത് തന്നെയാണ്? ഹോൺബിൽ ഫെസ്റ്റിവൽ തന്നെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ സ്മരണക്കായുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡിലെ കൊഹിമയിലാണ് കേട്ടോ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ സ്മരണക്കായുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊഹിമയിലാണ്. കൊഹിമ എവിടെയാണ്? നാഗാലാൻഡിലാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലെ സംസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.